likewise, when you look into my life, you can see the same characters like that of Moses. മോശയുടെ അതേ രീതികളൊക്കെ എന്നിൽ ചിലപ്പോൾ കാണാൻ സാധിക്കും ചിലവർക്ക്, നിങ്ങൾക്ക്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനിസ്ട്രി ഈസ് ഹാവിങ് എ ബേർഡൻ ഫോർ ദ കിങ്ഡം. ദൈവരാജ്യത്തെക്കുറിച്ച് ഒരു ഭാരമുണ്ടായിരിക്കും. എത്ര പേർക്ക് മനസ്സിലായി? Staying back and watching everything and checking whether anything is needed. അതായത് മാറി നിന്നുകൊണ്ട് വീക്ഷിക്കുക എന്താണ് കുറവെന്ന്. I told you I was not given any chance to any opportunity to preach. എനിക്കവിടെ പ്രസംഗിക്കാനൊന്നും അവസരം കിട്ടിയില്ല. പക്ഷേ I will go there first. ഞാനാണ് അവിടെ ആദ്യം പോകുന്നത്. എന്തിനാ? I never decide also. Before my time comes, I don't want to preach. എൻ്റെ സമയമാകുന്നതിന് മുമ്പ് എനിക്ക് പ്രസംഗിക്കാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്താ? Everything there is a basic progress. എല്ലാത്തിനും ഒരു അടിസ്ഥാനത്തിൽ വേണം കയറി വരാൻ. A carpenter is not becoming a carpenter by one day. ഒരു ആശാരി ഒരു ഒറ്റ ദിവസം കൊണ്ടല്ല ആശാരിയാകുന്നത്. പല ദിവസവും ഇരുന്നോട്ട് പണി പഠിച്ചാണ് അയാൾ നല്ലൊരു ആശാരിയാകുന്നത്. A doctor is not becoming a doctor by one day. ഒറ്റ ദിവസം കൊണ്ടല്ല ഒരാൾ ഡോക്ടർ ആകുന്നത്. But he has to study many things. Likewise, ministry is not coming and singing or preaching the word. വന്ന് പാട്ട് പാടുകയോ വചനം പറയില്ല. There are many things in the ministry. After baptism, what you have to get, not to come and sing or preach here. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഓടി വന്ന് ഇവിടെ പാട്ട് പാടുകയോ വചനം പറയുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്താ ആദ്യം ചെയ്യേണ്ട? എന്താ? We need Holy Spirit. എല്ലാം പിടികിട്ടിയ? What Jesus said, you tarry in Jerusalem. യെരുശലേമിൽ തന്നെ നീ അവിടെ കാത്തു നിൽക്കുക. ശക്തി ലഭിക്കുവോളം നീ യെരുശലേമിൽ കാത്തു നിൽക്കുക. Everything I was doing step by step. So in the church when I was baptized, I was not looking for the mic. ഞാൻ മൈക്കിലേക്കല്ല നോക്കിയത്. I was looking for Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ തേടി നടക്കുകയായിരുന്നു. I never desired to come and preach in the platform in the church where I was brought up. എന്നെ ഒരുക്കിയ സഭയിൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടേ ഇല്ല. I was seeking for Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി. On the 15th day after baptism, I received Holy Spirit. സ്നാനപ്പെട്ട് കഴിഞ്ഞ് 15 ദിവസമായപ്പോഴേക്കും എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. So when I got Holy Spirit, I was not telling the pastor, I got Holy Spirit, so let me come and preach. പരിശുദ്ധാത്മാവിനെ കിട്ടി കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ പാസ്റ്ററിന്റെ അടുത്ത്, പാസ്റ്റർ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, എനിക്ക് പ്ലാറ്റ്ഫോമിൽ ഒരു ചാൻസ് വേണമെന്നല്ല പറഞ്ഞത്. Then what I was seeking, when I received Holy Spirit, I was speaking in tongues. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. So when I was speaking in tongues, I was curious to know what I am speaking. I was much curious to know what I am speaking. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്യഭാഷ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താണ് കാര്യം? എത്ര പേർക്ക് മനസ്സിലായി? So everyone are looking to the platform. എല്ലാവരും പ്ലാറ്റ്ഫോമിലോട്ടാണ് നോട്ടം. But I was looking for the interpretation. എല്ലാം പിടികിട്ടിയ? എല്ലാവരും പ്ലാറ്റ്ഫോമിലോട്ട് നോക്കുമ്പോൾ എനിക്ക് അന്യഭാഷ തന്നതിന്റെ വ്യാഖ്യാനത്തിന് വേണ്ടി ഞാൻ തേടി നടക്കുകയാണ്. എല്ലാം പിടികിട്ടിയ? Why I am saying is this, you should be like that. നിങ്ങൾ ഇതിനൊക്കെയാണ് നിങ്ങൾ താല്പര്യം കൊടുക്കേണ്ടത്. People are pushing forward to sing and preach. There are many people there,
Many people are standing in the platform. ഒത്തിരി പേര് ഉന്തും തള്ളിയൊക്കെ വന്ന് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്. But I never desired. ഞാൻ ആഗ്രഹിച്ചില്ല. There was fasting prayer in the church. നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇല്ലേ? Once in a year there will be fasting prayer in the church. എന്നെ കണ്ടിട്ടുണ്ട് അവിടെ. All the members in the almost there are more than 1,000 people. 1000-ലധികം വിശ്വാസികളുണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യും? They will be in the hall, in the fasting prayer hall. ശ്രദ്ധിച്ചു കേട്ടോണേ. വർഷത്തിൽ ഒരിക്കലും ഒരു 21 ദിവസം അല്ലെ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാ വിശ്വാസികളും ആ ഹാളിനകത്ത് നിൽക്കുകയാണ്. എന്നെ കണ്ട? My pastor told you go and sit in the office. There are 2 other sisters also working with. എൻ്റെ കൂടെ 2 സഹോദരിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ pastor will tell 1 week you stay in the office, the next week let the other sisters stay. So the first week I was in charge. ആദ്യത്തെ ആഴ്ച എൻ്റെ ഇതായിരുന്നു. The next week it was their turn. രണ്ടാമത്തെ ആഴ്ച അവരുടെയാണ്. But they said we cannot stand. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. We want to go to the fasting prayer. So all the 21 days, all the 40 days I was staying in the office, not coming to the fasting prayer. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ അവിടെ എന്ത് ചെയ്യായിരുന്നു അറിയാമോ? I was activating for the gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ 9 കൃപാവരത്തിന് വേണ്ടി ഞാൻ അവിടെ അതിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. You will not get the gifts of the Holy Spirit when you are in a happy situation. നിങ്ങളൊരു സന്തോഷമായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ 9 കൃപാവരം കിട്ടത്തില്ല. Wilderness is the place that where you will get the 9 gifts of the Holy Spirit. By God's grace, God has given me the 9 gifts of the Holy Spirit. സംശയമുണ്ടോ? When you look into my videos, you can see God is using me in these 9 gifts. Because now also people are asking why is little people here? ആൾക്കാർ ഇവിടെ ചോദിക്കുകയാണ്, എന്താ ഇവിടെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ടോ? ഓ പാസ്റ്റർ പാവം ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ ആള് വരുന്നില്ല. അങ്ങനെയെങ്കിലും ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ? I am not thinking about this. I want more power. I am thinking about that. ഞാൻ ഇവിടെ ആള് വരുന്നതല്ല ചിന്തിക്കണം, ഞാൻ എങ്ങനെ മിന്നലിനെ കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. I am thinking about how to bring lightning from God. I am thinking about how to bring fire from God. I am not thinking how many people are here. I am not bothered. എത്ര പേർക്ക് മനസ്സിലായി? വല്ല പിടികിട്ടിയാ? Why I am sharing these things is your desire should be like this, to get power from God. ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. You know what is, ആർക്കെങ്കിലും ബോർ അടിക്കുന്നുണ്ടോ? You know what is my prayer? If I cannot be holy, take away my life. എനിക്ക് വിശുദ്ധമായിട്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ എൻ്റെ ജീവനെ എടുത്തോളാം. അതെന്താ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അറിയാമോ? വിത്തൗട്ട് ഹോളി വാട്ട് Hebrews 12:14 വായിച്ചേ. എബ്രായർ 12:14. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എല്ലാവരോടും So it is saying you pursue peace with everyone. കണ്ണു തുറന്ന് കേട്ടോ. എന്താ അവിടെ പറയുന്നത്? You pursue peace with everyone and keep holiness in your life. എന്തിനാ? If only you can see God, you can get the 9 gifts of the Holy Spirit. കർത്താവിനെ കണ്ടെങ്കിലേ നിങ്ങൾക്ക് 9 കൃപാവരം കിട്ടത്തുള്ളൂ. എല്ലാം പിടികിട്ടിയ?
So in the office I was trying my hard, I was trying and praying and fasting hard. When other people are there in the fasting prayer, I was trying to get the gifts of the Holy Spirit.